ഹായ് ഹലോ മക്കളെ, എങ്ങനെയുണ്ടടാ? എല്ലാവർക്കും സുഖാണോ? സുഖമായിട്ടിരിക്കുന്നോ? മിസ്സിന് പിള്ളേരൊക്കെ സുഖാണല്ലേ? ഓക്കേടാ. അപ്പൊ ദേ ഇത്തിരി സുഖമുള്ള ചാപ്റ്റർ തന്നെയാണ് മിസ് ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് നമുക്ക് പഠിക്കാനായിട്ട്. 5ാം ക്ലാസ്സിലെ മാത്സിലെ നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ മിസ് ഇന്നത്തെ പിക്ക് ചെയ്ത് നല്ല അടിപൊളി ചാപ്റ്റർ കൊണ്ടുവന്നിട്ടുണ്ട്. ദേടാ ചാപ്റ്റർ വരുന്നു, ചാപ്റ്റർ വരുന്നുണ്ട്. ദേ നോക്കിയേ, ഏതാണ്? ചാപ്റ്റർ 9. ചാപ്റ്ററിന്റെ പേരെന്താടാ? ദേ വരുന്നു ചാപ്റ്ററിന്റെ പേര് നമ്പർ റിലേഷൻസ് അഥവാ സംഖ്യാബന്ധങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഏതാടാ? നമ്മുടെ ക്ലാസ് 5 ചാപ്റ്റർ 9 നമ്പർ റിലേഷൻസ് അഥവാ സംഖ്യാബന്ധങ്ങൾ അല്ലെ. നമ്മൾ ഈ ഒരു ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് പഠിക്കാനായിട്ട് പോവാണ്. മിസ്സിന്റെ മക്കൾ എല്ലാവരും റെഡി ആണല്ലോ? റെഡിയാണ്, മിസ്സും റെഡിയാണ്. ദേ നിങ്ങൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് പോലെ തന്നെ എന്താ ഇവിടെ നമ്പർ റിലേഷൻ, സംഖ്യകൾ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. ആ ഒരു ബന്ധം എന്താണ് ആ ഒരു റിലേഷൻ, അതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കാനായിട്ട് പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആടാം. നമുക്ക് ഒരുമിച്ച് ചാപ്റ്റർ പഠിക്കാം അല്ലെ. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ടോപ്പിക് ഇതാണ്, അഡീഷൻ, സബ്ട്രാക്ഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് അറിയോ? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് നിങ്ങൾ എങ്ങനെയാടാ ചെറിയ ക്ലാസ്സിലൊക്കെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തുകൊണ്ടിരുന്നേ? ഇപ്പൊ എനിക്ക് 12 × 8 ചെയ്യണം. 12നെ 8 കൊണ്ട് ഗുണിക്കണം. നമ്മൾ എന്ത് ചെയ്യും? വേഗം പോയിട്ട് 12 × 8 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെയ്യാൻ നിൽക്കും അല്ലെ. ഇങ്ങനെ അല്ലാതെ വേറൊരു മെത്തേഡും കൂടി എന്തിനുണ്ടടാ? ഈ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനുണ്ട്. ആ ഒരു മെത്തേഡാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെ ഈ 12നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഗുണിക്കാം, നോക്കാം നമുക്ക്. ഓക്കേടാ, നോക്കിക്കോ. ദേനാ 12 × 8 ചെയ്യാൻ പോവാണ് നമ്മള്. അപ്പൊ ഇതിന് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് മക്കളെ ഇതാണ്. 12നെ നമുക്ക് എങ്ങനെ എഴുതാടാ? 10 + 2 എന്ന് എഴുതാം അല്ലേ. 10 + 2 അല്ലേടാ 12. ഞാൻ എഴുതി. ഇനി ചെയ്യേണ്ട എന്താണെന്ന് അറിയോ? അതെ, 12 ഞാൻ എഴുതി. ബാക്കി ഇവിടെ എന്തുണ്ട്? ഒരു × 8 ഉണ്ട് അല്ലേ. അതിന് ഞാൻ അതേപടി എഴുതി × 8. അപ്പൊ 10 + 2 × 8 എന്ന് നമ്മൾ എന്തിനെ എഴുതിയടാ? 12 × 2 എഴുതി. സോറി, 12 × 8 എഴുതി. ഓക്കെ അല്ലേടാ? ഇനി ചെയ്യുന്ന ഇതാടാ മക്കളെ. 10ഉം 2ഉം ഉണ്ട്, പുറത്തൊരു × 8 ഉണ്ട്. നമ്മൾ ചെയ്യേണ്ടതാടാ, ഈ 8നെ 10നും കൊടുക്കണം, 8നെ 2നും കൊടുക്കണം. അപ്പൊ ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു? 8നെ 10ന് കൊടുക്കുന്നു. അപ്പൊ എന്ത് വരൂടാ? 10 × 8 എന്ന് നമ്മൾ എഴുതണം കേട്ടോ. നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് അറിയോ മക്കളെ? ഈ ബ്രാക്കറ്റിനെ ഒന്ന് ഓപ്പൺ ചെയ്യാൻ പോവാണേ. ബ്രാക്കറ്റിന് നമ്മൾ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്? ആദ്യം നമ്മൾ 8നെ 10ന് കൊടുത്തു. അപ്പൊ അവിടെ ആര് കരയും? നമ്മുടെ 2 കരയും. എന്തിന്? 2ന് കിട്ടിയിട്ടില്ല 10നെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ എന്ത് ചെയ്യുന്നു? 2നും നമ്മുടെ ആരെ കൊടുക്കുന്നു? 10നെ അല്ല, 8നെ കൊടുക്കുന്നു. ഇപ്പൊ എന്ത് ചെയ്യൂടാ? 2 × 8 എന്ന് നമ്മൾ എഴുതും. എന്ത് എഴുതി? 10 × 8 + 2 × 8 എന്ന് എഴുതി. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയോ? ഇവരിങ്ങനെ ബ്രാക്കറ്റിൽ ഇട്ട് വെച്ചു. എന്നിട്ട് ചെയ്യേണ്ടത്, ഇവര് 2 പേരെ നടുക്കിടക്കുന്ന ഇവിടെ ഒരു സൈൻ ഇല്ലേടാ? ആ സൈൻ ഏതാണെന്ന് നോക്കുക. ഇവിടെ ഇതെന്താണ്? പ്ലസ് ആണ്. ആ പ്ലസ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കാം. ഇനി മൈനസ് ആയിരുന്നെങ്കിൽ ഞാൻ മൈനസ് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇവരുടെ വരുന്ന സിമ്പിൾ സൈൻ എന്ന് പറയുന്ന ഏതാണോ അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് ഇവിടെ ഇട്ട് കൊടുക്കുന്നു. സിമ്പിൾ അല്ലേടാ? സിമ്പിൾ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യാ? സാധാ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പോവാണ് മക്കളെ. സാധാ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പോവാണ്. നോക്കിക്കോ, മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. 10 × 8. സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം അല്ലെ. മൈൻഡിലുണ്ട് നമ്മുടെ 10 × 8 എന്ന് പറയുന്നത് 80 ആണ്. പ്ലസ് അടുത്തത് 2 × 8. നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 8 × 2 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 2 × 8 എന്ന് പറയുന്നത് എത്രയാണ്? 16 ആണ്. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടിയടാ? 80 + 16 എന്താ? 80ഉം 10ഉം കൂട്ടിയാൽ 90. 90ഉം 6ഉം കൂട്ടിയാൽ 96. എത്ര കിട്ടി നമുക്ക്? 96 എന്ന് കിട്ടി. അപ്പൊ നിങ്ങൾ എപ്പോഴും ചെയ്യുന്ന പോലെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതിന് പകരം പുതിയൊരു മെത്തേഡ് നമ്മൾ പഠിച്ചിടാ. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയോ മക്കളെ? എപ്പോഴും നമുക്ക് 2 നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ അതിലെ ഏറ്റവും വലിയ നമ്പർ ഏതാണെന്നുള്ളത് നോക്കാം. ആ നമ്പറിനെ
സീറോ വരുന്ന ഒരു നമ്പറിന്റെ ഫോമിലേക്ക് മാറ്റി എഴുതുക. അതായത് ഇവിടുത്തെ വലിയ നമ്പർ എന്ന് പറയുന്നത് ഏതായിരുന്നുടാ? 12 ആയിരുന്നു അല്ലെ. ഇപ്പൊ ഈ 12നെ ഞാൻ എങ്ങനെ എഴുതി? സീറോ വരുന്ന നമ്പറിന്റെ ഫോമിൽ. സീറോ വരുന്ന നമ്പർ 12ന്റെ അടുത്ത് വരുന്ന സീറോ ഉള്ള നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? 10 ആണ്. 10 + 2 എന്ന് ഞാൻ എഴുതി. ഇത്രയേ ഉള്ളൂടാ. ഇപ്പോ 14 ആയിരുന്നെങ്കിൽ അതിനെനിക്ക് എങ്ങനെ എഴുതാം? 10 + 4 എന്ന് എഴുതാം. ഓക്കെ, ഇനി 19 ആണെങ്കിലോ? 19 സീറോ വരുന്ന നമ്പർ, ഏത് സീറോ വരുന്ന നമ്പറിന്റെ അടുത്താണ് കിടക്കുന്നത്? 10ന്റെ അടുത്താണോ 20ന്റെ അടുത്താണോ? ഏറ്റവും കൂടുതൽ അടുത്ത് കിടക്കുന്ന ആരുടെ അടുത്താ? 20ന്റെ അടുത്താണ്. അപ്പൊ അതിന് എനിക്ക് എങ്ങനെ എഴുതാം? 20 - 1 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് തന്നിരിക്കുന്നതിൽ ഏറ്റവും വലിയ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യാടാ? സീറോ വരുന്ന നമ്പറാക്കി മാറ്റുക. സീറോ വരുന്ന നമ്പറിന്റെ ഫോമിലാക്കി മാറ്റുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ബാക്കിയുള്ളതൊക്കെ ഈ സ്റ്റെപ്പ് തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. ഇതുപോലെ ചെയ്യുക. നമുക്ക് എന്ത് കിട്ടൂടാ? നമ്മുടെ ആൻസർ കിട്ടും. മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചു, വേറൊരു മെത്തേഡിൽ ചെയ്യാൻ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേടാ? അങ്ങനെയാണെങ്കിൽ ഈ മിസ് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് കേട്ടാടാ. കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരുമിച്ച് ഒന്ന് ചെയ്തു നോക്കാം. ഓക്കെ, റെഡി അല്ലേ മിസ്സിന്റെ പിള്ളേരൊക്കെ? ഓക്കെടാ. അപ്പൊ നോക്കിക്കോ, 15 × 6 എനിക്ക് ചെയ്യണം. 15 × 6 ചെയ്യണം. അപ്പൊ ഇതിന് ഞാൻ എന്ത് ചെയ്യണോടാ? ആദ്യം തന്നെ 15 എങ്ങനെ എഴുതാം നമുക്ക്? 10 + 5 എന്ന് എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യാ? ഇവിടെ ഒരു × 6 ഉണ്ട്, അതിന് അതേപടി ഞാൻ അവിടെ എഴുതി. കുഴപ്പമില്ലല്ലോ. ഇനി എന്താ ചെയ്യണ്ടേ? നമ്മുടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. അതിനെന്താ ചെയ്യണ്ടേടാ? 6ന് 10നും കൊടുക്കണം, 6ന് 5നും കൊടുക്കണം. രണ്ടുപേർക്കും കൊടുക്കണം കേട്ടോ. അപ്പൊ 6ന് 10ന് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10 × 6 എന്ന് കിട്ടും. 6ന് 5ന് കൊടുക്കുമ്പോൾ എന്ത് കിട്ടൂടാ? 5 × 6 എന്ന് കിട്ടും. ഇനി ഇവിടെ നടുക്ക് വരുന്ന സൈൻ ഏതാണ്? പ്ലസ് സൈൻ ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തി? ഇവിടെ പ്ലസ് എന്ന് കൊടുത്തു. ഓക്കെ ആണോ? ഇനി നമ്മൾ എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്തോ. 10 × 6 എത്രയാണ്? 60 പ്ലസ് 5 × 6 നമുക്കറിയാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം എത്രയാണ്? 30. 60ഉം 30ഉം കൂട്ടിയാൽ എത്രയാണ്? 90. നമുക്ക് ആൻസർ കിട്ടിയടാ. 15 × 6 എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി? 90 ആണെന്ന് കിട്ടി. അപ്പൊ നമ്മൾ ഒരു മെത്തേഡ് പഠിച്ചില്ലേ? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനുള്ള പുതിയൊരു മെത്തേഡ് പഠിച്ചില്ലേ? ഇത്രയേ ഉള്ളൂടാ. നോക്കിക്കോ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നു. ദേന 24 × 9. നമുക്ക് എന്ത് ചെയ്യാം? വേഗം എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തടാ. എന്ത് ചെയ്യാം നമുക്ക്? 24 × 9 എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇതിലെ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 24. 24നെ എനിക്ക് എങ്ങനെ എഴുതാടാ? സീറോ വരുന്ന നമ്പറിന്റെ ഫോമിലേക്ക് മാറ്റണം. അപ്പൊ അത് ഏതാണ് ആ നമ്പർ? 20 + 4 എന്ന് എനിക്ക് 24നെ എഴുതാം. ഇനി പുറത്ത് എന്തുണ്ട്? ഒരു × 9 ഉണ്ട്, അതിനെ ഞാൻ ഇട്ട് കൊടുത്തു. അത്രേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബ്രാക്കറ്റിന് ഓപ്പൺ ചെയ്യാം. അപ്പൊ എന്ത് വരും? ആദ്യം 20ന് 9നെ കൊടുക്കുക, വീണ്ടും എന്ത് കൊടുക്കുക? 4നെയും 9ന് കൊടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ 4നും 9നെ കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടൂടാ? 20 × 9, പിന്നെ 4 × 9. നടുക്ക് എന്ത് വരൂടാ? ഇവിടെ നടുക്ക് വന്നിരിക്കുന്ന സൈൻ ഏതാ? പ്ലസ് സൈൻ ആണ്. പ്ലസ് സൈൻ ഞാൻ ഇട്ടു. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂടാ. ഇനി 20 × 9 എന്താണെന്ന് നോക്കുക. 20 × 9 നമ്മൾ എങ്ങനെയാ ചെയ്യുന്നേ? 2 × 9 എത്രയാണെന്ന് നമുക്കറിയാം. 18 ആണെന്ന് അറിയാം. എന്നിട്ട് എന്ത് ചെയ്യാം? ഈ 0 അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. 20 × 9 ആയി. എന്താ ചെയ്തത്? 2 × 9 ഞാൻ ചെയ്തു. അത് എത്രയാണ്? 18 ആണെന്ന് നമുക്കറിയാം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തോടാ? 0 അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 180 എന്ന് കിട്ടി. പ്ലസ് 4 × 9 എത്രയാടാ? 4 × 9 നമുക്കറിയാലോ എത്രയാണ്? 36 ആണ്. 180 + 36 ചെയ്യുക. നമുക്ക് എത്ര കിട്ടൂടാ? 216 അല്ലെ? 116 എന്ന് നമുക്ക് ആൻസർ കിട്ടി. അപ്പൊ 24 × 9 എന്താണെന്ന് കിട്ടിയടാ? 216 ആണ് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഈ ഒരു മോഡലിലെ ചെയ്ത് നോക്കാം കേട്ടോ. ഒന്നുകൂടി നിങ്ങൾക്ക് സെറ്റ് ആവാൻ വേണ്ടി മിസ് അടുത്ത ക്വസ്റ്റ്യൻ കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കിക്കോ, എന്താടാ? 99 × 6. അപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയ നമ്പർ ഏതാ? 99 ആണല്ലേ? 99നെ എനിക്ക് എങ്ങനെ എഴുതാടാ? 0 വരുന്ന രീതിയിൽ എനിക്ക് 2 രീതിയിൽ എഴുതാം അല്ലെ? എങ്ങനെ എഴുതാം? 90 + 9 എന്ന് എഴുതാം. അല്ല എങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? 100 - 1 എന്നും 99 എഴുതാം. ഇതിൽ ഏതാണ് കുറച്ചുകൂടി നല്ലത്? നമുക്കറിയാം അല്ലെ? 99 എന്ന് പറയുന്നത് ഏറ്റവും അടുത്ത് കിടക്കുന്നത് ആരുടെയാണ്? 100ന്റെ അടുത്താണ് ഏറ്റവും അടുത്തായിട്ട് കിടക്കുന്നത് അല്ലെ? അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 99നെ
100 മൈനസ് 1 എന്ന് എഴുതാം. കിട്ടിയോടാ? സീറോസ് കൂടുതലുള്ളതല്ലേ ഏറ്റവും നമുക്ക് നല്ലത്, ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അപ്പോഴല്ലേ. ഓക്കെ, അപ്പോൾ 100 മൈനസ് 1 എന്ന് ഞാൻ 99 എഴുതി. ഇനി എന്ത് ചെയ്യുക? അതേ പുറത്തൊരു 6 കിടപ്പുണ്ട്, ഇൻറ്റു 6, അതിന് അതേപടി കൊടുത്തു. അതിനൊരു പരാതിയും വേണ്ട, അതിന് നമ്മൾ അതേപടി കൊടുത്തു. ഇനി എന്താ ചെയ്യുന്നേ? അതേ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ആദ്യം നമ്മൾ 6നെ 100ന് കൊടുത്തു. ഇപ്പൊ 100 ഇൻറ്റു 6 എന്ന് വന്നു. ഇനി അടുത്ത് എന്ത് ചെയ്യുക? ഈ 6നെ ഞാൻ 1ന് കൊടുക്കുന്നു. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? 6 ഇൻറ്റു 1 അല്ലെങ്കിൽ 1 ഇൻറ്റു 6 എന്ന് നമുക്ക് എഴുതാം. ഇനി നടുക്ക് വരേണ്ട സൈൻ ഏതാണെന്ന് നോക്കിയടാ. ഇവിടുത്തെ സിമ്പിൾ ഏതാ, സൈൻ ഏതാണ്? നെഗറ്റീവ് ആണ് അല്ലെ, മൈനസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ദേ ഇവിടെയും മൈനസ് ഇടണം. ഓക്കെ, അപ്പോൾ അവിടെ എന്താണോ ബ്രാക്കറ്റിന്റെ അകത്ത് വന്നിരിക്കുന്ന സൈൻ ഏതാണോ ആ സൈൻ ആണ് നമ്മൾ ഇവിടെ ഇടേണ്ടത് കേട്ടോ. പ്ലസ് ആണെങ്കിൽ പ്ലസ് ഇടുക, മൈനസ് ആണെങ്കിൽ മൈനസ് ഇടുക. ഓക്കെ ആണല്ലോ. ഇനി 100 ഇൻറ്റു 6 വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. എന്താണ്? 600 മൈനസ് 1 ഇൻറ്റു 6 എത്രയാണ്? 6 ആണ്. 600ൽ നിന്ന് 6 മൈനസ് ചെയ്യുന്നു. അപ്പൊ എത്ര വരും? എത്രയാണ് ആൻസർ? എത്ര വരും? 594 എന്ന് നമുക്ക് ആൻസർ കിട്ടി. കിട്ടിയില്ലേ? സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്തില്ലേ? 99 ഇൻറ്റു 6 വളരെ എളുപ്പത്തിൽ നമ്മൾ ചെയ്തു. നമ്മൾ എന്ത് കിട്ടിയടാ? ആൻസർ എന്ത് കിട്ടിയടാ? 594 എന്ന് നമുക്ക് ആൻസർ കിട്ടി. സിമ്പിൾ അല്ലേ? ഓക്കെ, ഇപ്പം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് നമ്മൾ മറ്റൊരു മെത്തേഡാണ് ഇപ്പൊ പഠിച്ചത്. എന്താണ് ആ മെത്തേഡ്? അതിനെ 0 വരുന്ന നമ്പറിന്റെ ഫോമിലേക്ക് നമ്മൾ വേഗം മാറ്റുന്നു. ഏറ്റവും അടുത്ത് കിടക്കുന്ന അല്ലെ, റൗണ്ട് ചെയ്യും നമ്മൾ. ഏറ്റവും അടുത്ത് കിടക്കുന്ന നമ്പർ ഏതാണോ 0 ഉള്ളത് അതിന് നമ്മൾ അത് വെച്ച് എഴുതും. ഓക്കെ, അങ്ങനെയല്ലേ നമ്മൾ ചെയ്തത്? ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ മൾട്ടിപ്ലിക്കേഷന്റെ കാര്യമാണ് പഠിച്ചത്. ഇതുപോലെ ഡിവിഷനിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ? ഡിവിഷൻ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റൂട്ടാ. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് നോക്കാട്ടാടാ. അടുത്തതാണ് നമ്മൾ പഠിക്കുന്നത് അഡീഷൻ, സബ്ട്രാക്ഷൻ ആൻഡ് ഡിവിഷൻ. ഇതെങ്ങനെ നമുക്ക് ചെയ്യാം നമുക്ക് നോക്കാലോ. മിസ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. 39 ഡിവൈഡഡ് ബൈ 3. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും 39നെ? ഇപ്പൊ മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ നമ്മൾ പഠിച്ചില്ലേടാ, നമ്മൾ എങ്ങനെയാ ചെയ്യുന്നേ? ഏറ്റവും വലിയ നമ്പർ എടുക്കും, ആ നമ്പറിന്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന 0 ഉള്ള നമ്പർ ഏതാണോ അതിന്റെ ഫോമിൽ നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യും. അങ്ങനെയല്ലേടാ നമ്മൾ ചെയ്തത്. അപ്പൊ അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്താ വരിക? 39ന്റെ അടുത്ത് വരുന്ന നമ്പർ, ഏറ്റവും അടുത്ത് വരുന്ന 0 ഉള്ള നമ്പർ എന്ന് പറയുന്നത് 40 ആണ് അല്ലെ. അപ്പൊ 39നെ നമ്മൾ 40 മൈനസ് 1 എന്ന് എഴുതും ഇല്ലേ. അപ്പൊ നമുക്ക് എന്താ ഇവിടെ വരിക? 40 മൈനസ് 1 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും അല്ലേ. 3 എന്ന് വരും. ഇതിന് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇങ്ങനെയാടാ. ഈ ഡിവൈഡഡ് ബൈ 3നെ ഞാൻ 40ക്കും കൊടുക്കും, ഡിവൈഡഡ് ബൈ 3നെ ഞാൻ 1നും കൊടുക്കുവേ. അപ്പൊ എന്താ സംഭവിക്കുക? 40 ഡിവൈഡഡ് ബൈ 3 മൈനസ് 1 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. ഈ 40യെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോടാ? ഇല്ല. 1നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എക്സാക്റ്റ് നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യൂടാ? അപ്പൊ ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ പഠിച്ച ആ 0ന്റെ കോൺസെപ്റ്റ് വെച്ച് ഇവിടെ നമുക്ക് നടക്കില്ലട കാര്യം. അപ്പൊ പകരം ചെയ്യേണ്ട കാര്യം എന്താണെന്നുള്ളത് മിസ് പറഞ്ഞുതരാം കേട്ടോ. ചില കേസിൽ നമുക്ക് നേരത്തെ പഠിച്ച 0 വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, ചില ക്വസ്റ്റ്യൻസിൽ ചെയ്യാൻ പറ്റും, പക്ഷെ ചില ക്വസ്റ്റ്യൻസിൽ അത് നടക്കില്ല. അപ്പൊ അങ്ങനെ നടക്കാത്ത ക്വസ്റ്റ്യനിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് മിസ് ഇതേ പറഞ്ഞുതരാം. നോക്കിക്കോട്ടെ നിങ്ങൾ, നോക്കിക്കോ. ചെയ്യേണ്ട ഇതാടാ. അതായത് ഇത്രയേ ഉള്ളൂ മക്കളെ. ഇവിടെ ഏത് നമ്പർ കൊണ്ടാണോ നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത് ആ നമ്പർ ആദ്യം അങ്ങോട്ട് എഴുതി വെക്കുക. ഏത് നമ്പർ നമുക്ക് ഡിവൈഡ് ചെയ്യണ്ടേ? 3 വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് അല്ലെ. അപ്പോൾ ഏത് നമ്പർ വെച്ചിട്ടാണോ ഡിവൈഡ് ചെയ്യേണ്ടത് ആ നമ്പറിനെ മിസ് ആദ്യം എഴുതി, 3നെ എഴുതി. എന്നിട്ട് എന്ത് ചെയ്യണോന്നറിയോ? ഒരു 0 അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്ത് ചെയ്തു? ആദ്യം ഡിവൈഡ് ചെയ്യുന്ന നമ്പർ ഏതാണോ അത് ഞാനിത് എഴുതി, എന്നിട്ട് അതിന്റെ കൂടി ഒരു 0 ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിനി നോക്കുക, 39 കിട്ടണമെങ്കിൽ എന്താ വേണ്ടേ? ഇവിടെ 30 വന്നിട്ടുള്ളൂ. 39 വരണമെങ്കിൽ നമുക്ക് എന്ത് വേണോടാ? 30യോട് കൂടി 9 കൂട്ടണം. പിടികിട്ടിയാ? 30യോട് കൂടി നമുക്ക് എന്ത് ചെയ്യണോടാ? 9 കൂട്ടണം. ഇനി നമ്മൾ 39നെ നമ്മൾ എഴുതി, 30 പ്ലസ് 9 എഴുതി. ബാക്കി എന്തുണ്ട് ഇവിടെ? ഒരു ഡിവൈഡഡ് ബൈ 3 ഉണ്ട്. അതിനതേ മിസ് അവിടെ എഴുതി, ഡിവൈഡഡ് ബൈ 3. ഇനി എന്ത് ചെയ്യുന്നു? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരൂടാ? ഡിവൈഡഡ് ബൈ 3ന് 30ക്കും കൊടുത്തു, ഡിവൈഡഡ് ബൈ 3ന് 9നും കൊടുത്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 30 ഡിവൈഡഡ് ബൈ 3 ആദ്യം വന്നു, പിന്നെ 9 ഡിവൈഡഡ് ബൈ 3 പിന്നെ വന്നു. പിന്നെ എന്ത് ചെയ്യണോടാ? ഇവിടെ വരുന്ന സൈൻ നമ്മൾ ഇട്ട് കൊടുത്തു, പ്ലസ് എന്ന് പറയുന്ന സൈൻ അവിടെ ഇട്ട് കൊടുത്തു. ഇനി 30 നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ?
9 നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ? സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം അല്ലെ? അത് ചെയ്തോ. 30 ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്ത് വരും? 10 എന്ന് എനിക്ക് കിട്ടും. പ്ലസ് 9 ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. നമുക്കറിയാം 3 into 3 ആണ് 9. സോ 9 divided by 3 എന്ന് പറയുന്നത് 3 എന്ന് കിട്ടും. സോ ദ ആൻസർ ഇസ് ഈക്വൽ ടു 10 plus 3 is equal to 13 എന്ന് എനിക്ക് കിട്ടി. കണ്ടോ? 39 നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കണ്ടോ? അപ്പൊ നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? ഡിവൈഡ് ചെയ്യേണ്ട ആ ഒരു നമ്പർ അല്ലെ 3 വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് അല്ലെ? അപ്പൊ ആ 3നെ ഞാൻ എഴുതി അതിന്റെ കൂടെ 0 ഇട്ട് കൊടുത്തു. 39 ആകാൻ വേണ്ടിയിട്ട് എന്താ ഈ 30യുടെ കൂടെ നമ്മൾ എന്താണ് ആഡ് ചെയ്യേണ്ടത് നോക്കാം അല്ലെ? 30 plus 9 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? 39 കിട്ടുക. അപ്പൊ അതിനെ ഞാൻ അങ്ങനെ എഴുതി ഡിവൈഡഡ് ബൈ 3നെ താഴെ കൊടുത്തു, സൈഡിൽ കൊടുത്തു, എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള പരിപാടി. ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം അല്ലെ? ഒരു ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. ഇതുപോലത്തെ തന്നെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. നോക്കിയേ, 52 ഡിവൈഡഡ് ബൈ 4 ആണേ. 52 ഡിവൈഡഡ് ബൈ 4 ആണേ. നമുക്കൊന്ന് ചെയ്തു നോക്കാം അല്ലെ? ഇപ്പൊ മിസ് പറഞ്ഞ പോലെ ആണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാടാ? ഡിവൈഡ് ചെയ്യുന്ന നമ്പർ ഏതാണ്? ഡിവൈഡ് ഏത് വെച്ചിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്? 4 വെച്ചിട്ട് ആ നമ്പറിനെ എഴുതാ, അതിന്റെ കൂടെ ഒരു 0 ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ്. നമുക്ക് വേണ്ട നമ്പർ ഏതാണ്? 52 ആണ്. 52 കിട്ടണമെങ്കിൽ എന്ത് വേണോടാ? 40യുടെ കൂടെ എത്ര ആഡ് ചെയ്യണം? 12 ആഡ് ചെയ്യണം അല്ലെ? 40 plus 12 ചെയ്യുമ്പോഴാണ് 52 ആകുള്ളൂ. ഇനി നമ്മുടെ സൈഡിൽ എന്ത് കിടപ്പുണ്ട്? ഒരു ഡിവൈഡഡ് ബൈ 4 എടുപ്പുണ്ട്. അതിനെ ഞാൻ അവിടെ ഇട്ട് കൊടുത്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 40 plus 12 ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യാ? ഈ 4നെ ഡിവൈഡഡ് ബൈ 4നെ 40ക്കും കൊടുക്കുക, 12നും കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? 40 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 12 ഡിവൈഡഡ് ബൈ 4 എന്ന് നമുക്ക് കിട്ടി. പ്ലസ് വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ മക്കളെ? എങ്ങനെയാടാ? ഇവിടെ പ്ലസ് ഉണ്ട്, ആ പ്ലസിനെയാണ് മിസ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി 40 ഡിവൈഡഡ് ബൈ 4 എന്താടാ? 10 ആണ്. പ്ലസ് 12 ഡിവൈഡഡ് ബൈ 4 എന്താടാ? 3 ആണ്. നമുക്കറിയാം 10 plus 3 is equal to 13 എന്ന് നമുക്ക് ആൻസർ കിട്ടി. അപ്പൊ 52 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടിയടാ? 13 ആണ് എന്ന് നമുക്ക് കിട്ടി. കിട്ടിയല്ലോ? സിമ്പിൾ ആണല്ലോ? ഓക്കെ അല്ലേടാ? ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ മിസ് ചെയ്യണേ. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണേ. 125നെ മിസ്സിന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണേ. 125നെ 5 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാടാ. ഒന്നിപ്പോ മിസ് പറഞ്ഞ പോലെ എങ്ങനെ ചെയ്യാം? ഡിവൈഡ് ചെയ്യേണ്ട നമ്പർ അല്ലെ? ഡിവൈഡ് ഏത് വെച്ചിട്ടാണോ ഡിവൈഡ് ചെയ്യേണ്ടത് ആ നമ്പർ എഴുതുക, അതിന്റെ കൂടെ ഒരു 0 കൊടുക്കുക. പ്ലസ് ഇനി 125 വേണ്ടത്. 125 വരണമെങ്കിൽ 50ന്റെ കൂടെ എത്ര കൂട്ടണം മക്കളെ? ഒന്ന് ചിന്തിച്ചു നോക്കിയടാ. എത്ര കൂട്ടണം? എല്ലാവരും ഒന്ന് പറഞ്ഞിടാ. എത്ര കൂട്ടണം? 50ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 125 കിട്ടുക? ഒന്ന് കൂട്ടി നോക്കിയേ. നമുക്കറിയാം എത്ര കിട്ടും? 75 എന്ന് നമുക്ക് കിട്ടും അല്ലെ? 50 plus 75 ആണ് 125. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഡിവിഷൻ അവിടെ കൊടുത്തു, ഡിവൈഡഡ് ബൈ 5നെ കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ആദ്യം നമ്മൾ ഡിവൈഡഡ് ബൈ 5നെ 50ക്ക് കൊടുത്തു. അപ്പൊ നമുക്ക് 50 by 5 നമുക്ക് കിട്ടും. പ്ലസ് അടുത്തത് നമ്മൾ എന്ത് ചെയ്യും? 75ന് കൊടുക്കും അല്ലെ? 75 ഡിവൈഡഡ് ബൈ 5 നമുക്ക് കിട്ടും. ദിസ് ഇസ് ഈക്വൽ ടു 50 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നത് എന്താണ്? 10 ആണ്. പ്ലസ് 75 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നത് 15 ആണ്. 10 plus 15 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 25 എന്ന് കിട്ടും. ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇതല്ലാതെ മറ്റൊരു രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റൂടാ. എങ്ങനെയാണെന്നറിയോ? ഈ 125നെ മിസ്സിന് എങ്ങനെ എഴുതാൻ പറ്റൂടാ? മിസ് വേറെ പേജിൽ കാണിച്ചു തരാവേ. ഇപ്പോൾ 125നെ മിസ്സിന് എങ്ങനെ എഴുതാടാ? 100 plus 25 എന്ന് എഴുതാലോ അല്ലെ? നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയോ? നമുക്ക് പുറത്ത് ഡിവിഷനിൽ വരുന്ന ആൾ ആരാണെന്ന് നോക്കുക. ഇവിടെ 5 അല്ലേ വന്നിരിക്കുന്നേ? അപ്പൊ 5 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന രണ്ട് നമ്പേഴ്സിന്റെ ഫോമില് നമുക്ക് തന്നിരിക്കുന്ന നമ്പറിനെ എഴുതാം. അപ്പൊ 125നെ മിസ് എങ്ങനെ എഴുതിയടാ? 100 plus 25 എന്ന് എഴുതി. 100 എന്ന് പറയുന്ന നമ്പറിനെയും 25 എന്ന് പറയുന്ന നമ്പറിനെയും നമുക്ക് 5 കൊണ്ട് സിമ്പിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാടാ? 125 ഡിവൈഡഡ് ബൈ 5നെ എങ്ങനെ എഴുതാം മിസ്സിന്? 100 plus 25 ഡിവൈഡഡ് ബൈ 5 എന്ന് എഴുതാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയോ? നമ്മൾ നേരത്തെ ചെയ്തപോലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പൊ 100 ഡിവൈഡഡ് ബൈ 5 പ്ലസ് 25 ഡിവൈഡഡ് ബൈ
5 എന്ന് നമുക്ക് കിട്ടും. സോ 100 ഡിവൈഡഡ് ബൈ 5 എത്രയാടാ? 20 എന്ന് നമുക്ക് കിട്ടും അല്ലെ. 20 പ്ലസ് 5 ദാറ്റ് ഇസ് ഈക്വൽ ടു 25 എന്ന് മിസ്സിന് കിട്ടി. അപ്പൊ എങ്ങനെ വേണമെങ്കിലും ചെയ്യാട്ടാടാ. ഇപ്പൊ ഇവിടെയും 25 വന്നു, നേരത്തെ നമ്മൾ ചെയ്തപ്പോഴും 25 വന്നു. ആൻസർ എപ്പോഴും സെയിം ആയിട്ടേ വരത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വിട്ട് തന്നേക്കാണ് മിസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ചെയ്തോ. അപ്പൊ ആദ്യം മിസ് പറഞ്ഞ രീതിയിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്തോ. നമുക്ക് ഏത് നമ്പർ വെച്ചിട്ടാണോ ഡിവൈഡ് ചെയ്യേണ്ടത് ആ നമ്പറിന്റെ കൂടെ 0 ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാടാ, ഈ മിസ് പറഞ്ഞ പോലെ 0 വരുന്ന നമ്പർ വെച്ചിട്ട് എന്താ 5 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആയിരിക്കണം കേട്ടോ രണ്ടും. അത് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ആയിരിക്കണം രണ്ടും നമ്മൾ എടുക്കേണ്ടത്. അപ്പം അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പം ഇതിൽ ഏത് മെത്തേഡിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അടുത്ത നോക്കിയടാ, അടുത്ത ക്വസ്റ്റിനോട് ഒരു ക്വസ്റ്റിനോട് മിസ് ഈ ഡിവിഷന്റെ കേസിൽ ഒന്ന് പറഞ്ഞു തരാം. 396നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇതിപ്പോ എങ്ങനെയാ നമ്മൾ ചെയ്യുക? 396 ആണ്, ഡിവൈഡഡ് ബൈ 4 ആണ്. അപ്പൊ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന രണ്ട് നമ്പേഴ്സിന്റെ ഫോമിൽ എന്തിനെ മാറ്റുക? 396 മാറ്റുക. എപ്പോഴും 0 ഉള്ള നമ്പർ ആണെങ്കിൽ അത്രയും നല്ലത് അല്ലെ. 0 ഉള്ള നമ്പർ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയടാ, 396നെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എങ്ങനെ എഴുതാൻ പറ്റൂടാ? നോക്കി, ഈ 396 എന്ന് പറയുന്നതിനെ എനിക്ക് 400 മൈനസ് 4 എന്ന് എഴുതിക്കൂടേടാ അല്ലേ? 400ൽ നിന്ന് 4 പോയാലല്ലേ 396 കിട്ടാ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതിക്കൂടെ? ഇനി ഈ 400 എന്ന് പറയുന്നതിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. അതുപോലെ 4നെയും 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ ഇല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടിയടാ? രണ്ട് നമ്പേഴ്സ് കിട്ടി. ഈ രണ്ട് നമ്പേഴ്സിനെയും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് എഴുതാടാ? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 396 എന്ന് പറയുന്നതിനെ എനിക്ക് എങ്ങനെ എഴുതാടാ? 400 മൈനസ് 4 എന്ന് എഴുതാം. ഇനി എന്തുണ്ട് അവിടെ? ഡിവൈഡഡ് ബൈ 4 ഉണ്ട്. അത് മിസ് അവിടെ കൊടുത്തു കേട്ടോ. കുഴപ്പമില്ലല്ലോ, ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ നേരത്തെ ചെയ്തു പോലെ ബ്രാക്കറ്റ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 400 ഡിവൈഡഡ് ബൈ 4 മൈനസ് 4 ഡിവൈഡഡ് ബൈ 4 നമുക്ക് കിട്ടി. സിമ്പിൾ അല്ലേ? ഇനി 400നെ 4 വെച്ച് ഡിവൈഡ് ചെയ്ത് എന്തായിരിക്കും വരിക? നമുക്കറിയാം അല്ലെ. 400നെ 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ എത്ര വരും? 100 വരും. 100 മൈനസ് 4 ഡിവൈഡഡ് ബൈ 4 എത്രയാടാ? 4നെ 4 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എത്ര കിട്ടിയടാ? 1 കിട്ടി. അപ്പൊ 100 മൈനസ് 1 ഇസ് ഈക്വൽ ടു 99. നമുക്ക് ആൻസർ കിട്ടിയില്ലേ? ഡിവിഷൻ നമ്മൾ ചെയ്തില്ലേ? നമ്മൾ മറ്റേ രീതിയിൽ ഡിവൈഡ് ചെയ്യാൻ പോയോ? ഇല്ല. അല്ലാതെ തന്നെ നമ്മൾ എന്ത് ചെയ്തടാ? ഡിവിഷൻ ചെയ്തു. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഫസ്റ്റ് നമ്മുടെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള 2 കാര്യങ്ങളായിരുന്നു ഇത് രണ്ടും. എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യാം ഒരു മെത്തേഡ് നമ്മൾ പഠിച്ചു. ഡിവിഷൻ എങ്ങനെ ചെയ്യാം ഒരു മെത്തേഡ് നമ്മൾ പഠിച്ചു. ഓക്കെ അല്ലേടാ? സിമ്പിൾ അല്ലേടാ? സൂപ്പറായിട്ട് നമ്മൾ പഠിച്ചില്ലേ? ഇനി നമ്മുടെ അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ പോവാണ്. നമ്മുടെ ചാപ്റ്ററിന്റെ അടുത്ത ടോപ്പിക്കാണേ. എന്താണാവോ മിസ്സിന് ചുമയൊക്കെ വരുന്നുണ്ടോ? ദേ വരുന്നു. നമ്മുടെ അടുത്ത ടോപ്പിക് ഇതാണ്, റിമൈൻഡേഴ്സ് അഥവാ മിച്ചക്കണക്കുകൾ. എന്താണ് റിമൈൻഡർ? നമുക്കറിയാം അല്ലെ, ഡിവിഷൻ ചെയ്ത് ബാക്കി വരുന്ന ആളാണ് മിച്ചം അഥവാ റിമൈൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് അറിയാടാ, ഈ റിമൈൻഡർ കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് എളുപ്പ പണികളുണ്ട്. അതാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത് മക്കളെ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് 10 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്നാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. ഓരോ നമ്പേഴ്സിനെ ഞാൻ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാണേ. ഇപ്പോൾ ഏതൊരു നമ്പർ എടുക്കാം? മിസ് 12 എടുക്കുകയാണേ. 12നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഒന്ന് ചെയ്ത് നോക്കിയടാ. 12നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി. എങ്ങനെ വരും? മിസ് 12 എടുക്കുന്നു, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1 × 10 ആണ് 10. ബാക്കി എത്ര വരും? 2 വരും. ഇപ്പൊ ഇവിടുത്തെ റിമൈൻഡർ എന്ന് പറയുന്ന ആരാടാ? ശിഷ്ടം അഥവാ മിച്ചം എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 2 ആണ്. 2 ആണെന്ന് ഇവിടെ 6. ആരാണ്? നമ്മുടെ റിമൈൻഡർ. ഓക്കെ. അപ്പൊ റിമൈൻഡർ എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി? 2 ആണെന്ന് കിട്ടി അല്ലെ? 2 ആണെന്ന് കിട്ടി. ഓക്കെ. ഇനി ഞാൻ ഇപ്പോ ഇവിടുത്തെ റിമൈൻഡർ എനിക്ക് എന്താ കിട്ടിയത്? 2 എന്ന് കിട്ടി അല്ലെ? ഇനി മിസ് എന്താ എടുക്കുക? 45 എടുക്കുകയാണേ. 45നെ മിസ് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നോക്കാം നമുക്ക്. 45 ഡിവൈഡഡ് ബൈ 10 എങ്ങനെ നമ്മൾ ചെയ്യും? 4 × 10 ചെയ്യുമ്പോൾ 40 കിട്ടും. ബാക്കി എത്ര വരും? 5 വരും. ഇവിടുത്തെ റിമൈൻഡർ എന്ന് പറയുന്നത് ഏതാടാ? 5 ആണ്. സോ റിമൈൻഡർ അഥവാ ശിഷ്ടം എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 5 ആണ്. അപ്പൊ ആദ്യം ഞാൻ ചെയ്തപ്പോ റിമൈൻഡർ എന്താടാ വന്നേ? 2 വന്നല്ലേ. രണ്ടാമത്തേൽ ഞാൻ ചെയ്തപ്പോൾ റിമൈൻഡർ എന്ന് പറയുന്നത് 5 ആയിട്ട് വന്നു. ഇവിടെ എന്താ ഈ 2ഉം 5 എന്നൊക്കെ പറയുന്നത്? എന്താ?
നമ്മുടെ നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ആണല്ലോടാ. അത്രയേ ഉള്ളൂ. നോക്കിക്കോ, 10 വെച്ച് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? ആ നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ആയിരിക്കും. അപ്പൊ എന്തായിരിക്കും? ഇപ്പൊ 33നെ ഞാൻ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എന്തായിരിക്കൂടാ? ആ നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ്. ഏതാ ലാസ്റ്റ് ഡിജിറ്റ്? 3 ആയിരിക്കും റിമൈൻഡർ. ഇപ്പൊ എനിക്ക് 470 എത്ര വരും? 471. അതിനെ എനിക്ക് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ റിമൈൻഡർ എന്തായിരിക്കൂടാ? റിമൈൻഡർ എന്തായിരിക്കും? ലാസ്റ്റ് ഡിജിറ്റ് അതായിട്ടുള്ള 1 ആയിരിക്കും. പിടിയിടിയാ? ഇത്രയേ ഉള്ളൂടാ. അതായത് 10 വെച്ച് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ആയിരിക്കും. ആ നമ്പറിന്റെ അവസാനത്തെ അക്കമായിരിക്കും നമ്മുടെ ശിഷ്ടമായിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മിസ് കുറച്ച് ക്വസ്റ്റ്യൻസ് തരട്ടേടാ. നോക്കിക്കോ, അതേ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന്, മിസ് ഇപ്പൊ പറഞ്ഞ കാര്യത്തിനെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ സൂപ്പർ ആയിട്ട് തന്നിരിക്കുന്നതാണ്. ദ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് എനി നമ്പർ ബൈ 10 is the last digit of the number. ഏത് സംഖ്യയെയും 10 കൊണ്ട് ഹരിച്ചാൽ വരുന്ന മിച്ചം എന്ന് പറയുന്നത് എന്തായിരിക്കും? സംഖ്യയുടെ അവസാനത്തെ അക്കമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതേ മിസ് കുറച്ച് ക്വസ്റ്റ്യൻസ് തരികയാണ്. നോക്കിക്കോ, 685നെ 100 കൊണ്ട് 100 അല്ല കേട്ടോ, എന്താടാ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാണേ. പിന്നെന്താ 427നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. പിന്നെ 82നെ മിസ് എന്ത് ചെയ്യാണ്? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെയൊക്കെ വരുന്ന റിമൈൻഡേഴ്സ് വേഗം ഒന്ന് എല്ലാവരും കമന്റ് ചെയ്തടാ. എന്തായിരിക്കും ഇവിടെ വരുന്ന റിമൈൻഡേഴ്സ്? വേഗം ആയിക്കോട്ടെ. മിസ്സിന് പിള്ളേരെ ഉഷാറായിട്ട് വേഗം അങ്ങോട്ട് ആൻസർ ഇട്ടടാ. അത്രേ ഉള്ളൂ. നോക്കിക്കോ. അപ്പൊ 685നെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാടാ? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ് അല്ലെ. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്തായിരിക്കും? റിമൈൻഡർ? ലാസ്റ്റ് ഡിജിറ്റ് ആയിരിക്കും, അവസാനത്തെ അക്കമായിരിക്കും. 685ന്റെ അവസാനത്തെ അക്കം ഏതാണ്? 5 ആണ്. സോ ദ റിമൈൻഡർ ഇസ് 5. ഇനി അടുത്തത് നോക്കുകയാണെങ്കിലോ, 427 അവസാനത്തെ അക്കം എന്താണ്? 7 ആണ്. സോ റിമൈൻഡർ ശിഷ്ടം എന്ന് പറയുന്നത് 7 ആയിരിക്കും. ഇനി അടുത്തത് നോക്കുകയാണെങ്കിലോ, 82ന്റെ അവസാനത്തെ അക്കം ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 2 ആണ്. സോ റിമൈൻഡർ എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഇത്രയേ ഉള്ളൂ മക്കളെ നമുക്ക് പഠിക്കാനായിട്ട്. എന്താടാ? 10 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കാര്യം നമ്മൾ പഠിച്ചു. എന്തായിരിക്കും? 10 വെച്ച് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്താൽ അതിന്റെ റിമൈൻഡർ അഥവാ ശിഷ്ടം എന്ന് പറയുന്നത് എന്തായിരിക്കും? അവസാനത്തെ അക്കം, ലാസ്റ്റ് ഡിജിറ്റ് ആയിരിക്കും. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 100 വെച്ചിട്ടുള്ള കാര്യമാണേ. 100 വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഇതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ ചെയ്യാണ്. 685 എടുത്തു, അതിനെ ഞാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്തായിരിക്കും വരിക? ഒന്ന് ചെയ്ത് നോക്കിയടാ. 100 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഞാൻ 6 × 100 ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടി? 600 കിട്ടി. ശിഷ്ടം റിമൈൻഡർ എത്ര വന്നിടാ? 85 എന്ന് നമുക്ക് കിട്ടി. ഈ 85 എന്ന് പറയുന്നത് എന്താ? 685ന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് അല്ലേ? അതാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഇത്രയേ ഉള്ളൂ. ഒരു നമ്പറിനെ 100 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ അഥവാ ശിഷ്ടം എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? അതിന്റെ ലാസ്റ്റത്തെ 2 ഡിജിറ്റ് ആയിരിക്കും. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്ക് 788നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ശിഷ്ടം അഥവാ റിമൈൻഡർ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കൂടാ? നമ്മുടെ നമ്പറിന്റെ ലാസ്റ്റത്തെ 2 ഡിജിറ്റ്. അത്രയേ ഉള്ളൂ. നമുക്ക് എന്ത് കിട്ടും? റിമൈൻഡർ ഇസ് ഈക്വൽ ടു 88 എന്ന് നമുക്ക് കിട്ടും. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, 4376നെ എനിക്ക് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണേ. അപ്പൊ കിട്ടുന്ന റിമൈൻഡർ എന്തായിരിക്കും? ഇത്രയേ ഉള്ളൂ. ലാസ്റ്റത്തെ 2 ഡിജിറ്റ്. ഇത്രയേ ഉള്ളൂടാ. അപ്പൊ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ലാസ്റ്റ് 2 ഡിജിറ്റ് ആയിരിക്കും, അവസാനത്തെ 2 അക്കങ്ങളായിരിക്കും. അപ്പൊ എന്ത് വരും? 76 ആയിരിക്കും ഇവിടുത്തെ റിമൈൻഡർ ആയിട്ട് വരുന്നത്. ഇനി ഞാൻ ചോദിക്കട്ടെ, 5800നെ എനിക്ക് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണോടാ. അപ്പൊ കിട്ടുന്ന റിമൈൻഡർ എന്തായിരിക്കും? റിമൈൻഡർ എന്തായിരിക്കും? അവസാനത്തെ 2 അക്കം അല്ലെ. അവസാനത്തെ 2 അക്കം ഇത് ഇവിടെ 0 0 0 0 എന്ന് പറയുന്നത് എന്താ? 0. സോ റിമൈൻഡർ ഇസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഇത്രയേ ഉള്ളൂടാ 100 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യം. നോക്കിക്കോ, ഫോർ എനി നമ്പർ വിത്ത് 3 or more digits, the remainder on dividing it by 100 is the number formed by the last 2 digits. 2 അതിൽ കൂടുതലോ അക്കങ്ങളുള്ള ഏത് സംഖ്യയെയും 100 കൊണ്ട് ഹരിച്ചാൽ വരുന്ന മിച്ചം എന്ന് പറയുന്നത് എന്തായിരിക്കും? സംഖ്യയുടെ അവസാനത്തെ 2 അക്കങ്ങൾ ചേർന്ന സംഖ്യയായിരിക്കും. ഓക്കെ,
സെറ്റാണല്ലോ. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? അവസാനത്തെ 2 അക്കങ്ങൾ, 2 ഡിജിറ്റുകൾ ആയിരിക്കും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ദേ നമ്മൾ അടുത്ത് പഠിക്കുന്നത്, അപ്പൊ നമ്മളിപ്പോ 10ന്റെ കാര്യം പഠിച്ചു, 100ന്റെ കാര്യം പഠിച്ചു, എല്ലാം തമ്മിൽ മാറിപ്പോകരുത്, എല്ലാം ശ്രദ്ധിച്ചു വെച്ചേക്കുക. നമുക്ക് ലാസ്റ്റ് പ്രോബ്ലം ചെയ്യാനുണ്ട് ടാടാ. ഓക്കെ, അപ്പൊ ഇനി അടുത്ത നമ്മൾ പഠിക്കുന്നത് 5ന്റെ കാര്യമാണ്. 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് പ്രത്യേകത, ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കേസുകളുണ്ട്. അതായത് ഇത്രയേ ഉള്ളൂ. ഇപ്പൊ 24നെ മിസ്സിന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണേ. ഇപ്പൊ കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും എന്ന് അറിയോടാ? ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ എങ്ങനെ റിമൈൻഡർ കണ്ടുപിടിക്കേണ്ടതെന്ന് അറിയോ? അതായത് നമുക്ക് തന്നിരിക്കുന്ന നമ്പറിന്റെ അവസാനത്തെ ഡിജിറ്റ്, അവസാനത്തെ അക്കം ഏതാണെന്ന് നോക്കുക. ഇവിടുത്തെ അവസാനത്തെ ഡിജിറ്റ് എന്താ? 4 ആണ്, ആണല്ലോ. ഈ 4 എന്ന് പറയുന്നത് എന്താ? 5നേക്കാളും ചെറിയ നമ്പറാണ്. അപ്പൊ നമുക്ക് വരുന്ന ലാസ്റ്റ് ഡിജിറ്റ്, അവസാനത്തെ അക്കം എന്ന് പറയുന്നത് 5നേക്കാളും ചെറുതാണെങ്കിൽ നമുക്ക് പറയാം റിമൈൻഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ സെയിം നമ്പർ ആയിരിക്കും. അതായത് 4 ആയിരിക്കും ഇവിടുത്തെ റിമൈൻഡർ. ഇപ്പൊ 32 ആണെന്ന് വിചാരിക്കുക. 32നെ മിസ്സിന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ കിട്ടുന്ന റിമൈൻഡർ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ? ഇവിടുത്തെ ലാസ്റ്റത്തെ ഡിജിറ്റ് നോക്കുക. ലാസ്റ്റത്തെ ഡിജിറ്റ് എന്താണ്? 5നേക്കാളും ചെറുതാണ്. 5നേക്കാളും ചെറുതാണ് എങ്കിൽ റിമൈൻഡർ ശിഷ്ടം എന്തായിരിക്കും ഇവിടെ? ആ സെയിം നമ്പർ ആയിരിക്കും. ഇപ്പൊ 2 ആയിരിക്കും ഇവിടുത്തെ റിമൈൻഡർ. ഓക്കെ ആണല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, അങ്ങനെയാണെങ്കിൽ മിസ്സേ 5നേക്കാളും വലുത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് ചെയ്യാടാ. അതേ നോക്കിക്കോ. ഇപ്പോ മിസ് എടുക്കാണ് ഒരു നമ്പർ, ഇതെടുക്കാം. 26 എടുക്കാണേ. 26 ഡിവൈഡഡ് ബൈ 5 ആണേ. ഇതിന്റെ റിമൈൻഡർ മിസ്സിന് വേണം. എങ്ങനെ മിസ് കണ്ടുപിടിക്കും? നോക്കിക്കോടാ. 26 ആണ് എങ്കിൽ ഇവിടെ നോക്കിയാൽ ലാസ്റ്റ് ഡിജിറ്റ് ആണ് നമ്മൾ നോക്കേണ്ടത്. ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് എന്താ? ഇവിടെ 6 ആണ്. 5നേക്കാളും വലുതാണ്. അങ്ങനെ വലുതാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ് മക്കളെ. റിമൈൻഡർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഡിജിറ്റിൽ നിന്ന് 5നെ മൈനസ് ചെയ്യുക. ലാസ്റ്റ് ഡിജിറ്റിൽ നിന്ന്, അതായത് 6ൽ നിന്ന് 5നെ മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? റിമൈൻഡർ 1 എന്ന് കിട്ടി. അപ്പൊ ലാസ്റ്റ് ഡിജിറ്റ് നോക്കുക, അത് 5നേക്കാളും വലുതാണ് എങ്കിൽ അവിടുത്തെ റിമൈൻഡർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ലാസ്റ്റ് ഡിജിറ്റ് മൈനസ് 5 എന്ന് ചെയ്യണം. ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്കിവിടെ 1 എന്ന് കിട്ടി. ഇപ്പൊ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ 37 എടുക്കുകയാണെങ്കിൽ മിസ് 37 ഡിവൈഡഡ് ബൈ 5 മിസ്സിന് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടുത്തെ റിമൈൻഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് നോക്കുക. ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? 5നേക്കാളും വലുതാണ് അല്ലെ. 5നേക്കാളും വലുതാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലാസ്റ്റ് ഡിജിറ്റിൽ നിന്ന് 5നെ അങ്ങോട്ട് മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 7 മൈനസ് 5 ദാറ്റ് ഇസ് ഈക്വൽ ടു എത്ര വരും? എത്ര വരൂടാ? 2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ ദ റിമൈൻഡർ ഇസ് 2 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ ആണോ? സെറ്റ് ആണോ? റിമൈൻഡർ കണ്ടുപിടിക്കാൻ പഠിച്ചോ? അപ്പോൾ 5നേക്കാളും ചെറുതാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആ സെയിം നമ്പർ അതേപടി തന്നെ ഇട്ട് കൊടുക്കുക. 5നേക്കാളും വലുതാവുമ്പോൾ എന്ത് സംഭവിക്കും? ലാസ്റ്റ് ഡിജിറ്റിൽ നിന്ന് 5നെ മൈനസ് ചെയ്ത് കിട്ടുന്നതായിരിക്കും നമ്മുടെ റിമൈൻഡർ അഥവാ ശിഷ്ടം അല്ലെങ്കിൽ മിച്ചം എന്നൊക്കെ പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, അങ്ങനെയാണെങ്കിൽ മിസ്സേ 5നേക്കാളും വലുതും ചെറുതാവുന്ന കാര്യം പറഞ്ഞു, ഇനി 5 ആണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? 5 ആണെങ്കിൽ എന്തായിരിക്കും? അവസാനത്തെ ഡിജിറ്റ് 5 ആണ് എങ്കിൽ നമുക്കറിയാം അത് എന്തായിരിക്കും? 5ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലെ. 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്ന ആൾക്കാർ ആരൊക്കെയാണ്? 5, 10, 15, 20, 25. അതായത് അവസാനത്തെ നമ്പേഴ്സ് ഒക്കെ എങ്ങനെയാണ്? 5ഉം 0, 5ഉം 0 അങ്ങനെയല്ലടെ വരുന്നേ അല്ലെ. ഇങ്ങനെയല്ലേ 5, 10, 15, 20 എങ്ങനെയല്ലടെ പോകുന്നേ. അപ്പൊ അവസാനത്തെ നമ്പറുകൾ ഏതാണ്? 5ഉം 0യാണ്. അപ്പൊ അവസാനത്തെ നമ്പർ 5ഓ അല്ലെങ്കിൽ 0യോ ആണ് എങ്കിൽ അവിടുത്തെ റിമൈൻഡർ എന്ന് പറയുന്നത്, ശിഷ്ടം എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? 0 ആയിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? അത് 5ന്റെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ 55നെ എനിക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്തായിരിക്കും? ലാസ്റ്റ് ഡിജിറ്റ് 5 ആണ്. അപ്പൊ എന്തായിരിക്കും റിമൈൻഡർ? 0 ആയിരിക്കും. ഇനി ഞാൻ പറയുകയാണ് എനിക്ക് 100നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ കിട്ടുന്ന റിമൈൻഡർ എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണോടാ? ഇവിടുത്തെ ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? 0 ആണ്. സോ റിമൈൻഡർ എന്തായിരിക്കും? 0 ആയിരിക്കും. ലാസ്റ്റത്തെ ഡിജിറ്റ് എന്താണെന്ന് നോക്കുക. ലാസ്റ്റ് ഡിജിറ്റ് 5ഓ 0യോ ആണ് എങ്കിൽ റിമൈൻഡർ എന്തായിരിക്കും മക്കളെ? 0 ആയിരിക്കും. കാരണം എന്താണ്? അത് 5ന്റെ മൾട്ടിപ്പിൾ ആണ്. അതൊന്ന് ഓർത്തിരിക്കുക കേട്ടാ. നമ്മളിപ്പോ എന്തൊക്കെ പഠിച്ചു? 10ന്റെ റിമൈൻഡർ കണ്ടുപിടിക്കുന്ന കാര്യം പഠിച്ചു. അതുപോലെ തന്നെ 100 വരുന്ന കേസിൽ റിമൈൻഡർ കണ്ടുപിടിക്കാൻ പഠിച്ചു. 5ന്റെ കേസിൽ നമ്മൾ പറഞ്ഞു 5നേക്കാളും ചെറുതാവുന്ന കേസിൽ, 5നേക്കാളും വലുതാവുന്ന കേസിൽ, 5ഓ 0 വരുന്ന കേസിൽ.
ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ ആണോടാ? ഇത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്, ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ പഠിക്കാട്ടോ മക്കളെ, മാറിപ്പോകരുത്. മിസ് വീണ്ടും വീണ്ടും പറയാണ്, മാറിപ്പോകരുത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാടാ, കൗണ്ടിങ് നമ്പേഴ്സിനെ, എണ്ണൽ സംഖ്യകളെ നമുക്ക് 2ആയിട്ട് തിരിക്കാം. എങ്ങനെയാണ്? ഈവൻ നമ്പേഴ്സ് എന്നും ഓഡ് നമ്പേഴ്സ് എന്നും നമുക്ക് എഴുതാം അല്ലെ. ഒറ്റ സംഖ്യകളും ഇരട്ട സംഖ്യകൾ അല്ലെ. ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇരട്ട സംഖ്യ, ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യ അല്ലെ. അപ്പൊ ഈവൻ നമ്പർ എന്നും ഓഡ് നമ്പർ എന്നും നമുക്ക് 2ആയിട്ട് നമ്മുടെ എന്തിനെ തിരിക്കാം? എണ്ണൽ സംഖ്യകളെ തിരിക്കാം. ഈ ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്? നമുക്കറിയാം അല്ലെ, 2, 4, 6, 8, 10 എക്സെട്ര അല്ലെ. ഇതാണ് നമ്മുടെ ഈവൻ നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? 1, 3, 5, 7, 9 ഈ ഫോമിൽ വരുന്ന നമ്പേഴ്സ് ആണ് എന്താ? ഓഡ് നമ്പേഴ്സ്. അതായത് ലാസ്റ്റ് ഡിജിറ്റ് 1ഓ 3ഓ 5ഓ 7ഓ 9ഓ ആണെങ്കിൽ അതെന്തായിരിക്കും? ഓഡ് നമ്പർ ആയിരിക്കും. ഈവൻ നമ്പർ ആവണമെങ്കിൽ എന്തായിരിക്കണം? ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 2ഓ 4ഓ 6ഓ 8ഓ 0യോ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ ഈവൻ നമ്പർ എന്ന് പറയും. ഓക്കെ, ഇതിന് രണ്ടിനും 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡറിന് വ്യത്യാസമുണ്ട് മക്കളെ. ഇത്രയേ ഉള്ളൂ. ഈ ഇരട്ട സംഖ്യകള് ഈവൻ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എന്താണ് പ്രത്യേകത? ഇവരെല്ലാവരും എന്താടാ? 2ന്റെ മൾട്ടിപ്പിൾസ് അല്ലേ. 2, 4, 6, 8, 10 എന്നൊക്കെ പറയുന്നത് എന്താണ്? 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുള്ള ആൾക്കാരാണ്. 2ന്റെ മൾട്ടിപ്പിൾസ് ആണ് ഇവരെല്ലാവരും. അതുകൊണ്ട് നമുക്ക് പറയാം ഇവരുടെ റിമൈൻഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. എപ്പോ? 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ. 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഈവൻ നമ്പേഴ്സിന്റെ റിമൈൻഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? 0 ആയിരിക്കും. ഇനി ഓഡ് നമ്പേഴ്സിനെ ആണെങ്കിലോ? ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ the remainder is always 1. ഓക്കെ, റിമൈൻഡർ എന്തായിരിക്കും? എപ്പോഴും 1 ആയിരിക്കും. 2 കൊണ്ട് ഒരു ഓഡ് നമ്പറിനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ റിമൈൻഡർ അഥവാ മിച്ചം എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ഈവൻ നമ്പറിനെ ആണെങ്കിൽ റിമൈൻഡർ 0 ആയിരിക്കും, ഓഡ് നമ്പർ ആണെങ്കിൽ 1 ആയിരിക്കും. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അത്രയേ ഉള്ളൂ 2ന്റെ കേസ് കേട്ടോ. ഈവൻ നമ്പർ ആണെങ്കിൽ റിമൈൻഡർ 0 ആയിരിക്കും, ഓഡ് നമ്പർ ആണെങ്കിൽ ഒറ്റ സംഖ്യ ആണെങ്കിൽ റിമൈൻഡർ 1 ആയിരിക്കും. ഓക്കെ ആണോ മക്കളെ? ഇത്രയും പറഞ്ഞത് ഓക്കെ ആണോടാ? ഇനി നമുക്ക് ഒരു കാര്യം കൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. അതാണ് നമ്മുടെ 4 എന്ന് പറയുന്ന ആളെ പറ്റിയിട്ട് കേട്ടോ. നമ്മൾ ഇനി ഡിവിഷൻ, 4ന്റെ ഡിവിഷനെ പറ്റിയിട്ടാണ് പറയുന്നത് കേട്ടോ. 4ന്റെ ഡിവിഷൻ എന്തായിരിക്കും? 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത ഇതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോ ഈ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള കാര്യം പറയുന്നത് ഇതാണ്. അതായത് ഒരു നമ്പറിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും മക്കളെ? ആ നമ്പറിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റുകളെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറിനോട് ഈക്വൽ ആയിരിക്കും. ഇപ്പൊ മിസ് വായോട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പൊ നോക്കിയോ, മിസ് ചെയ്ത് കാണിക്കാം. അതായത് ഇത്ര ഉള്ളൂടാ, 128നെ എനിക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി എന്നറിയോ? അതായത് ഇത്രയേ ഉള്ളൂ, 128ന്റെ അവസാനത്തെ 2 അക്കങ്ങൾ 2 ഡിജിറ്റ് എടുക്കുക. ഏതാണ്? 28. ഈ 28നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താണോ ഇവർ 2 പേരും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ 128നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി മക്കളെ? 28നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയിട്ട് റിമൈൻഡർ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ ആണോ? നമുക്ക് നോക്കാം ഇത് രണ്ടും ഈക്വൽ ആണോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാടാ. ഈക്വൽ ആണോ എന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും. അത് എങ്ങനെ മിസ് ഈക്വൽ ആവുന്നത് എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ് ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം. ഇങ്ങനെയാണ് 128നെ നമ്മൾ തൊട്ട് മുന്നേ ആദ്യം നമ്മൾ പഠിച്ച കാര്യമാണ്. 128നെ എനിക്ക് എങ്ങനെ എഴുതാടാ? ഡിവിഷൻ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ടല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 128നെ മിസ്സിന് 100 + 28 എന്ന് എഴുതാലോടാ. 100 + 28 എന്ന് എഴുതി, ഡിവൈഡഡ് ബൈ 4 എന്ന് എഴുതി. ഇനി എന്ത് ചെയ്യുക? ഈ 4നെ 100നും കൊടുക്കുക, 28നും കൊടുക്കുക. അപ്പൊ എന്ത് വരും? 100 ഡിവൈഡഡ് ബൈ 4 + 28 ഡിവൈഡഡ് ബൈ 4 എന്ന് നമുക്ക് കിട്ടാം. ഇനി 100 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്തായിരിക്കും കിട്ടാം? 100 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര വരും? 25 എന്ന് വരും. 25 + 28നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 എന്ന് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു 30
2 എന്ന് നമുക്ക് കിട്ടി അല്ലെ. 128നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 32 ഒരു എക്സാക്റ്റ് ഒരു നമ്പർ കിട്ടി. അതായത് അവിടുത്തെ റിമൈൻഡർ എന്താണ് മക്കളെ? 0 ആണ് എന്ന് നമുക്ക് കിട്ടി. ഇനി 28നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി, റിമൈൻഡർ 0 ആണോ എന്ന് നമുക്ക് നോക്കാം അല്ലെ. നമുക്ക് നോക്കാം, ചെയ്ത് നോക്കാം. 28നെ ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാണേ. അപ്പൊ അതിനെ എനിക്ക് എങ്ങനെ എഴുതാടാ? 28നെ എനിക്ക് എങ്ങനെ എഴുതാം മക്കളെ? 28നെ എനിക്ക് എങ്ങനെ എഴുതാടാ? എങ്ങനെ എഴുതാം? 7 into 4 എന്ന് എഴുതാം. 7 into 4 എന്ന് എഴുതാം. അതായത് 4ന്റെ മൾട്ടിപ്പിൾ ആണ് 28. 4ന്റെ മൾട്ടിപ്പിൾ ആണ് എങ്കിൽ നമുക്ക് പറയാം അവിടെ എന്താണ്? റിമൈൻഡർ 0 ആണ് അല്ലേടാ. റിമൈൻഡർ എന്തായിരിക്കും? 0 ആണ്. അപ്പൊ ഇത് നോക്കി, ഇവിടെയും റിമൈൻഡർ 0, ഇവിടെയും റിമൈൻഡർ 0. സെയിം അല്ലേ? സെയിം അല്ലേ മക്കളെ? അപ്പൊ ഇത്രയേ ഉള്ളൂടാ. എന്താണ് നമുക്ക് കിട്ടുക? ഒരു നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താണ് എന്ന് നോക്കാനായിട്ട് ആ വലിയ നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പോകണ്ട. പകരം അതിന്റെ അവസാനത്തെ 2 അക്കങ്ങളെ, 2 ഡിജിറ്റുകളെ എടുക്കുക, അതിനെ ഡിവൈഡ് ചെയ്ത് നോക്കുക, റിമൈൻഡർ എന്താണ് നോക്കുക. 2 റിമൈൻഡർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? സിമ്പിൾ അല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പൊ 533നെ ഇപ്പൊ മിസ്സിന് 533നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണേ. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്താൽ മതി മിസ്? 533നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോണോ? ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കണോടാ? ഇത്രയും ചെയ്യേണ്ട കാര്യമില്ല. പകരം എന്ത് ചെയ്താൽ മതി മിസ്? എന്ത് ചെയ്താൽ മതി? അവസാനത്തെ 2 ഡിജിറ്റ് എടുക്കുക. ഈ അവസാനത്തെ 2 ഡിജിറ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. അവസാനത്തെ 2 ഡിജിറ്റ് എന്ന് പറയുന്നത് എന്താ? 33 ആണ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ 33 ഡിവൈഡഡ് ബൈ 4 ഇങ്ങനെ ചെയ്ത് നോക്കാം. അല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാടാ? ഈ 33നെ നമുക്ക് എങ്ങനെ എഴുതാം? 4ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് 4 into 8 പ്ലസ് 1 എന്ന് എഴുതാം അല്ലെ. 4 into 8 പ്ലസ് 1 എന്ന് എഴുതാം അല്ലെ. 4 into 8 എത്രയാ? 32. 32നോട് 1 കൂട്ടുമ്പോഴല്ലേ 33 കിട്ടുന്നത്? അതെ. 4 into 8 പ്ലസ് 1 എന്ന് നമുക്ക് എന്ത് എഴുതാം? 33നെ എഴുതാം. ഇനി 4 ഇല്ലാത്ത ആളിൽ ഇവിടെ ആരാണ്? 1. ഇതായിരിക്കും നമ്മുടെ റിമൈൻഡർ എന്ന് പറയുന്നത്. സോ റിമൈൻഡർ ഇസ് ഈക്വൽ ടു നമുക്ക് 1 എന്ന് കിട്ടി. 533ന്റെ റിമൈൻഡർ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? ഈ 1 തന്നെ ആയിരിക്കും. ഓക്കെ ആണല്ലോടാ? സിസ്റ്റം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് തന്നെയായിരിക്കും. അപ്പൊ വലിയ നമ്പേഴ്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഇതുപോലെ ഡിവൈഡ് ചെയ്യാൻ പോകണ്ട. പകരം എന്ത് ചെയ്താൽ മതി? അവസാനത്തെ 2 ഡിജിറ്റുകൾ എടുക്കുക. ആ 2 ഡിജിറ്റുകളെ മാത്രം നമ്മൾ എന്ത് ചെയ്യുക? 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഒന്നിലേക്ക് ഡിവൈഡ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ മിസ് ഇപ്പൊ പറഞ്ഞ പോലെ ഇങ്ങനെ എഴുതി നോക്കുക. 4ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതുക. എന്നിട്ട് 4 ഇല്ലാതെ ഒറ്റക്ക് വരുന്ന ആളുണ്ടോ നോക്കുക. അയാളായിരിക്കും റിമൈൻഡർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അതൊക്കെ മിസ് നിങ്ങൾക്ക് വിട്ടു തന്നേക്കാണ്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ചെയ്തോ കേട്ടോ. ഓക്കെ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് മക്കളെ. ഇത്രയും നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. പിന്നെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താണെന്നറിയോ? കുറച്ച് പ്രോബ്ലംസ് ആണേ. ഒരു 2 പ്രോബ്ലം മതി. 2 പ്രോബ്ലം കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലം ആണ്, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കേട്ടോ. നമ്മളിപ്പോൾ പറഞ്ഞ ഈ എല്ലാ കാര്യങ്ങളെയും കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണേ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ സെറ്റ് ആയിക്കോളൂ കേട്ടോ. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 110ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ഇവിടെ പറയുന്നത് നോക്കിയടാ. ഫൈൻഡ് വിച്ച് ഓഫ് ദ നമ്പേഴ്സ് ബിലോ ആർ ഡിവിസിബിൾ ബൈ 2, 4, 5 or 10. അപ്പൊ ഇവിടെ നമുക്ക് 4 നമ്പേഴ്സ് വന്നിട്ടുണ്ട്. കാണുന്നുണ്ടല്ലോ അല്ലെ നിങ്ങള്? 1, 2, 3, 4 അല്ലെ. 4 നമ്പേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ 4 നമ്പേഴ്സിനെയും എന്ത് ചെയ്യണം മക്കളെ? 2, 4, 5, 10 ഈ നമ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താണ്? അല്ലെങ്കിൽ ഡിവിസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ എന്താണ് അതിന്റെ മീനിങ് എന്നറിയോ? മീനിങ് അറിയാത്തവർ ശ്രദ്ധിച്ചോ. ഡിവിസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ അതിന്റെ മീനിങ് എന്താണെന്ന് അറിയോ? റിമൈൻഡർ 0 ആണോ എന്നാണ്. റിമൈൻഡർ 0 ആണ് എങ്കിൽ നമ്മൾ പറയും അത് ഡിവിസിബിൾ ആണ് എന്ന്. ഓക്കെ ആണോ? ഓക്കെ ആണോടാ? ഓക്കെ. അപ്പൊ റിമൈൻഡർ 0 ആണെങ്കിൽ നമുക്ക് പറയാം അത് ഡിവിസിബിൾ ആണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ റിമൈൻഡർ എന്താണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് കേട്ടോ. ഈ 4 നമ്പേഴ്സിനെയും 2 കൊണ്ടും 4 കൊണ്ടും 5 കൊണ്ടും 10 കൊണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന റിമൈൻഡർ നമ്മൾ കണ്ടുപിടിക്കുന്നു. അതാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്പറിന് എടുക്കാലോ. നമുക്ക് എടുക്കാലോ. സെറ്റ് ആണല്ലോ? റെഡി ആണല്ലോ മിസ്സിന്റെ പിള്ളേര്? ഓക്കെ. നോക്കിക്കോ, നമ്മൾ എടുക്കാണ് 3624. ഈ നമ്പർ എടുക്കാണേ. ഈ നമ്പറിനെ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താണെന്ന് നോക്കണം. വേഗം എല്ലാവരും പറഞ്ഞു കേട്ടോ. വേഗം എല്ലാവരും കമന്റ് ചെയ്തോ.
3624നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ, ശിഷ്ടം, മിച്ചം എന്താണ്? വേഗം ഒന്ന് പറഞ്ഞേടാ, എന്തായിരിക്കും മിച്ചം വരിക? നിങ്ങൾ ശ്രദ്ധിക്കുക, 3624 എന്ന് പറയുമ്പോൾ അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? 4 ആണ്. ലാസ്റ്റ് ഡിജിറ്റ് 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ നമ്പർ എന്തായിരിക്കൂടാ? ഈവൻ നമ്പർ, ഇരട്ട സംഖ്യയാണ്. ആണല്ലോ, അതിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു ഒരു ഇരട്ട സംഖ്യയെ, ഈവൻ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്തായിരിക്കും റിമൈൻഡർ കിട്ടുക? 0 ആയിരിക്കും. നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലെ? ഒരു ഇരട്ട സംഖ്യ, ഈവൻ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത്, ശിഷ്ടം എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ ആണല്ലോ. റിമൈൻഡർ 0 ആണെങ്കിൽ നമുക്ക് പറയാം എന്താണ്? 3624 is divisible by 2 ആണെന്ന് പറയാം. 2 കൊണ്ട് എനിക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ, ഹരിക്കാൻ പറ്റും എന്ന് നമുക്ക് പറയാം. റിമൈൻഡർ 0 ആണെങ്കിലാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് മിസ് എന്ത് ചെയ്തു? ഒരു ടിക്ക് അങ്ങോട്ട് ഇട്ടുകൊടുത്തു. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ നോക്കണേ. 3624നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താണ്? എന്തായിരിക്കും? ഓക്കെ, അപ്പൊ നമ്മൾ 4ന്റെ കേസിലേക്ക് പോവാട്ടോ. വേഗം നമ്മൾ 4ന്റെ കേസിൽ പഠിച്ച കാര്യത്തിലേക്ക് വേഗം ഒന്ന് ഓടിപ്പോവാ. എന്താണ് സംഭവം? 4 വെച്ചിട്ട് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താണ് എന്ന് നോക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ആ നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പോകണ്ട, പകരം ആ നമ്പറിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പൊ ഇവിടുത്തെ ലാസ്റ്റത്തെ 2 ഡിജിറ്റ് എന്ന് പറയുന്നത് ഏതാ? 24 ആണ് അല്ലെ? 24ന് 4 കൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 24നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക? റിമൈൻഡർ എന്തായിരിക്കും? നമുക്കറിയാം 24 എന്ന് പറയുന്നത് എന്താ? 4ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലെ? 24 അതെ, നോക്കിക്കോ, 24 ഡിവൈഡഡ് ബൈ 4 എന്ത് വരും? നോക്കിക്കോ, റിമൈൻഡർ എന്താ വരിക? 6 × 4 ആണ് 24. റിമൈൻഡർ എന്ത് വന്നൂടാ? 0 വന്നു. ഇവിടുത്തെ റിമൈൻഡർ എന്താണ്? 0 ആണ്. ഇവിടുത്തെ റിമൈൻഡർ 0 ആണ് എങ്കിൽ നമുക്ക് പറയാം എന്താണ്? 3624ന്റെ റിമൈൻഡർ എന്തായിരിക്കും? 0 ആയിരിക്കും. എന്തുകൊണ്ടാണ്? നമ്മൾ പഠിച്ചു 4 വെച്ച് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അതിലെ ലാസ്റ്റ് 2 ഡിജിറ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഓക്കേടാ. ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ? ഈ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണെന്നറിയോ? 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താണെന്ന് എഴുതാൻ പോവാം. അപ്പൊ ഇത് എന്താ? 0 ആണ്. സോ ഇത് ഡിവിസിബിൾ ആണ് കേട്ടോ. അതൊന്ന് ടിക്ക് ചെയ്ത് വെച്ചേക്കാം. ഇവിടുത്തെ റിമൈൻഡർ എന്തായിരിക്കും? വേഗം ഒന്ന് പറഞ്ഞേടാ, വേഗം പറഞ്ഞു മക്കളെ. വേഗം ആയിക്കോട്ടെ. നമുക്ക് 5 വെച്ചാണ് ഡിവൈഡ് ചെയ്യേണ്ടത് കേട്ടാ. അപ്പൊ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? വേഗം പൊക്കോ, നമ്മുടെ പുറകിലോട്ട് പൊക്കോ. എന്താ നമ്മൾ പഠിച്ചത്? 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം ലാസ്റ്റ് ഡിജിറ്റ് എടുക്കുക. ലാസ്റ്റ് ഡിജിറ്റ് എന്താണെന്ന് നോക്കണം. 5നേക്കാളും വലുതാണോ 5നേക്കാളും ചെറുതാണോ എന്ന് നോക്കുക. ഇവിടുത്തെ ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? 4 ആണ്. അത് 5നേക്കാളും ചെറുതാണ്. 5നേക്കാളും ചെറുതാണ് എങ്കിൽ നമ്മുടെ റിമൈൻഡർ എന്തായിരിക്കും? സെയിം നമ്പർ ആയിരിക്കും. സോ ദ റിമൈൻഡർ ഈസ് 4. റിമൈൻഡർ എന്തല്ലേ ഇവിടെ? 0 അല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം ഇത് ഡിവിസിബിൾ അല്ല എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഡിവിസിബിൾ ആവുന്നത് എപ്പോഴാണ്? റിമൈൻഡർ, ശിഷ്ടം അഥവാ മിച്ചം എന്ന് പറയുന്നത് 0 ആവുമ്പോഴാണ്. ഓക്കെ ആണല്ലോടാ, സിമ്പിൾ അല്ലേ? ഇനി ഒരെണ്ണം കൂടി നമുക്ക് ചെയ്യാനുണ്ട്. 3624നെ എന്ത് ചെയ്യണം മക്കളെ? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണേ. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണേ. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളേ? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ്? ഒരു നമ്പറിനെ 10 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ്, അവസാനത്തെ അക്കമായിരിക്കും. ഇപ്പൊ ഇവിടുത്തെ അവസാനത്തെ അക്കം ഏതാണ്? 4 ആണ്. സോ ദ റിമൈൻഡർ ഈസ്, മിച്ചം എന്ന് പറയുന്നത് 4 ആണ്. ഇപ്പൊ ഇവിടെ റിമൈൻഡർ എന്തല്ല? 0 അല്ല അല്ലെ? 0 അല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാടാ? ഇത് ഡിവിസിബിൾ അല്ല എന്ന് പറയാം. ഓക്കെ ആണല്ലോ. ഇപ്പൊ ഒരു നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചില്ലേ? നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം കൂടി കോർത്തി ഇണക്കിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇനി അടുത്ത നമ്പർ ഇതുപോലെ തന്നെയുണ്ട്. നോക്കിയടാ, 3625 ആണേ. 3625 അതൊന്നും നമുക്ക് ചെയ്തു നോക്കാം കേട്ടോ. 3625നെയാണ് നമുക്കിനി ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ എന്ത് ചെയ്യണം? 3625നെ
2 വെച്ച് ഡിവൈഡ് ചെയ്യണം കേട്ടോ. 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്തായിരിക്കും ഇവിടെ? എന്തായിരിക്കും? സിമ്പിൾ ആയിട്ട് പറയാലോ. എവിടെ മിസ്സിന്റെ പിള്ളേരൊക്കെ പോന്നോട്ടെ, എവിടെയാടാ ആൻസർ പറ. എന്തായിരിക്കും 3625നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ? സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം അല്ലെ. ഇവിടുത്തെ ലാസ്റ്റത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 5 ആണ് അല്ലെ. 5 എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണ്. സോ 3625 എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഒറ്റ സംഖ്യയാണ്, ഒരു ഓഡ് നമ്പർ ആണ് നമുക്ക് കിട്ടി. ഓഡ് നമ്പർ ആണ് എങ്കിൽ റിമൈൻഡർ എന്തായിരിക്കും നമ്മൾ പഠിച്ചത്? 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഓഡ് നമ്പറിനെയാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ റിമൈൻഡർ എന്തായിരിക്കും? ഇസ് ഓൾവേസ് 1 ആയിരിക്കും റിമൈൻഡർ. ഇവിടെ എന്തല്ല? 0 അല്ല. സോ ഇറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ അല്ലെ. അത് ഡിവിസിബിൾ അല്ല, ഡിവിസിബിൾ ബൈ 2 അല്ല. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് 3625നെ എനിക്ക് എന്ത് ചെയ്യണം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണേ. അപ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്തായിരിക്കും? നമ്മൾ എന്ത് ചെയ്യണോടാ? അവസാനത്തെ 2 നമ്പർ എടുക്കുക അല്ലെ. അവസാനത്തെ 2 നമ്പർ എടുക്കുക. ഏതാണ്? 25. ഈ 25നെ 4 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. 25നെ മിസ്സിന് എങ്ങനെ എഴുതാടാ? 25നെ മിസ്സിന് എങ്ങനെ എഴുതാം? 4 into 6 plus 1 എന്ന് എഴുതാം അല്ലെ. 4 into 6 എന്താണ്? 24 ആണ്. 24 plus 1 എന്ന് പറയുന്നത് 25 ആയി അല്ലെ. ഇവിടെ 4 ഇല്ലാതെ ഒറ്റക്ക് വരുന്ന ആളാരാണ്? 1 ആണ്. സോ ദ റിമൈൻഡർ ഇസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് കിട്ടും. 25ന്റെ റിമൈൻഡർ 1 ആണെങ്കിൽ നമുക്ക് പറയാം 3625ന്റെ റിമൈൻഡർ എന്ന് പറയുന്നതും എന്ത് തന്നെയായിരിക്കും? 1 തന്നെയായിരിക്കും. അപ്പൊ റിമൈൻഡർ ഇവിടെ എന്തല്ല? 0 അല്ല. സോ ഇറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 4 എന്ന് നമുക്ക് പറയാം. ഓക്കെ ആണല്ലോ. സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് 5 വെച്ചിട്ട് ചെയ്യാവേ. 3625നെ മിസ് 5 വെച്ച് ഡിവൈഡ് ചെയ്യണേ. 5 വെച്ച് ഡിവൈഡ് ചെയ്യണേ. അപ്പൊ റിമൈൻഡർ എന്തായിരിക്കും ഇവിടെ? ഇവിടുത്തെ ലാസ്റ്റ് ഡിജിറ്റ് ഒന്ന് നോക്കി. ലാസ്റ്റ് ഡിജിറ്റ് എന്താ? 5 ആണ്. അപ്പൊ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചായിരുന്നു ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 5ഓ 0യോ ആണ് എങ്കിൽ അവിടുത്തെ റിമൈൻഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്തായിരിക്കും? 0 ആയിരിക്കും. എപ്പോഴാണ്? ലാസ്റ്റ് ഡിജിറ്റ് 5 അല്ലെങ്കിൽ 0 വരുമ്പോൾ. റിമൈൻഡർ എന്താണെന്ന് കിട്ടി? 0 ആണെന്ന് കിട്ടി. സോ നമുക്ക് പറയാം ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 5 ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ ആണല്ലോ. ഇനി ലാസ്റ്റ് വൺ. 3625നെ 10 കൊണ്ട് എനിക്ക് ഡിവൈഡ് ചെയ്യണം കേട്ടോ. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണേ. അപ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്തായിരിക്കും? നമുക്ക് നോക്കാലോ. 10 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് മക്കളെ പറഞ്ഞത്? 10 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന മിച്ചം എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ നമ്പറിന്റെ അവസാനത്തെ അക്കം അല്ലെ, ലാസ്റ്റ് ഡിജിറ്റ് ആയിരിക്കും. ഇവിടുത്തെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് ഏതാടാ? 5 ആണ്. സോ റിമൈൻഡർ ഇസ് ഈക്വൽ ടു 5, 5 എന്ന് നമുക്ക് കിട്ടും. ഇവിടെ റിമൈൻഡർ എന്തല്ല? 0 അല്ല. 0 അല്ലെങ്കിൽ പിന്നെ അതെന്താണ്? ഡിവിസിബിൾ അല്ല. അപ്പൊ നമുക്ക് അവിടെ വിട്ടിട്ടു. തെറ്റാണ് അല്ലെ, ഡിവിസിബിൾ അല്ല എന്ന് നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പൊ ഒരു നമ്പർ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ 10 കൊണ്ട് 5 കൊണ്ട് 2 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? 4 കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താണ്, മിച്ചം എന്താണ് എന്നുള്ളത് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പഠിച്ചല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മിസ് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരികയാണേ. നമ്മളിപ്പോൾ ചെയ്തതില് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ തനിയെ ചെയ്തു നോക്കാം കേട്ടോ. ഇത് രണ്ടും നമ്മളിപ്പോ ചെയ്ത പോലെ തന്നെയാണ്, നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട പ്രോബ്ലംസ് ആണ്. അപ്പൊ ഇത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക. എന്നിട്ട് ആൻസർ ഒക്കെ എന്ത് ചെയ്യണം? ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കേടാ. അപ്പൊ ഇത് രണ്ടും നിങ്ങൾ ചെയ്ത് നോക്കാം. പിന്നെ ഒരു പ്രോബ്ലം കൂടി നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലെ. ഇത് മോഡൽ അല്ലാതെ വരുന്ന ഒരൊറ്റ പ്രോബ്ലം കൂടി നമുക്ക് ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ the last question നോക്കിക്കോ. in any 5 consecutive natural numbers one of them will be divisible by 5. explain why this is so. അതായത് ഇവിടെ പറയുന്നതാടാ 5 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ, കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അടുത്തടുത്ത് കിടക്കുന്ന നമ്പേഴ്സ് ആണ് കേട്ടോ. അപ്പൊ 1 2 3 4 ഇവർ അടുത്ത് വരുന്ന നമ്പേഴ്സ് അല്ലേ. അങ്ങനെ അടുത്തടുത്ത് വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങനെ 5 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒരെണ്ണം എന്തായിരിക്കും? ഡിവിസിബിൾ ബൈ 5 ആയിരിക്കും. ദാറ്റ് മീൻസ് റിമൈൻഡർ 0 വരുന്ന, 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരുന്ന ഒരു നമ്പർ അവിടെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 5 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഒന്ന് എഴുതി നോക്കിക്കോ. ഇപ്പൊ മിസ് എടുക്കാണ്, ഏതെടുക്കാം? 6 7 8 9 10 അല്ലെ. ഇവർ 5 പേരില്ലേ? 1 2 3 4 5.
5 പേരുണ്ട്. ഈ 5 പേര് എങ്ങനെയാണ് അടുത്തടുത്ത് വരുന്ന നമ്പേഴ്സ് ആണ് അല്ലെ. അപ്പൊ ഇവരിൽ ആരെങ്കിലും 5നെ ഡിവിസിബിൾ ആയിട്ടുള്ള 5 വെച്ച് ഡിവിസിബിൾ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയടാ. ഉണ്ട്. ആരാണ്? 10 അല്ലേ. ഈ 10 എന്ന് പറയുന്ന നമ്പറിനെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ത് വരും? 0 വരും. ദാറ്റ് മീൻസ് 5 വെച്ച് ഡിവിസിബിൾ ആയിട്ടുള്ള ഒരാളുണ്ട് ഇവിടെ അല്ലെ. 10 ഉണ്ട്. ഇനി ഞാൻ വേറെ ഏതെങ്കിലും നമ്പേഴ്സ് എടുക്കുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ എടുത്ത് നോക്കിക്കോ കേട്ടോ. അപ്പൊ വേറൊരു നമ്പർ എടുക്കുകയാണ് ഞാനിപ്പോ 17, 18, 19, 20, 21. ഇവരെന്താ? ഇവർ 5 പേരുണ്ട്. ഇവർ അടുത്തടുത്ത് കിടക്കുന്ന ആൾക്കാരാണ്. ഇതില് 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോ അല്ലെങ്കിൽ 5 വെച്ച് ഡിവിസിബിൾ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയടാ. ഉണ്ട്. ആരത്? ദേ നമ്മുടെ 20. 20നെ നമുക്ക് 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ത് വരും? 0 വരില്ലേ. കാരണം എന്താണ്? അത് 20 എന്ന് പറയുന്നത് 5ന്റെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ ആണോ? അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ 5 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ നമുക്ക് കിട്ടുന്നത്? കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള അടുത്തടുത്ത് കിടക്കുന്ന ഏത് 5 സംഖ്യകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതിൽ ആരുണ്ടാകും? 5ന്റെ ഒരു മൾട്ടിപ്പിൾ, ഒരു ഗുണിതം ഉണ്ടാകും. അതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത് മക്കളെ? ഏതെങ്കിലും ഒരു നമ്പർ ഡിവിസിബിൾ ബൈ 5 ആയിട്ട് നമുക്ക് കിട്ടുന്നത്. സെറ്റ് ആണല്ലോ. എന്തുകൊണ്ടാണ്? അതിൽ ഏതെങ്കിലും ഒരാൾ എന്തായിരിക്കും? 5ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഒരു എക്സാമ്പിൾ കൂടി നിങ്ങൾ എടുത്ത് നോക്കിക്കോ. ഇപ്പോ 21, 22, 23, 24, 25 എടുത്തു നോക്കി. ഈ 5 പേരിൽ നോക്കിയടാ. 25 എന്ന് പറയുന്നത് എന്താ? 5ന്റെ മൾട്ടിപ്പിൾ ആണ്. അതിൽ നമ്മൾ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? റിമൈൻഡർ 0 കിട്ടും. ദാറ്റ് മീൻസ് 5 വെച്ച് ഡിവിസിബിൾ ആയിട്ടുള്ള ഒരു നമ്പർ ആണ് 25. അപ്പൊ എന്തുകൊണ്ടാണ്? അത് 5ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം മക്കളെ? ഇൻ 5 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്, അടുത്തടുത്ത് കിടക്കുന്ന 5 നമ്പേഴ്സിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇൻ 5 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് one number is always a multiple of 5. Therefore that number can be divided by 5 അല്ലേ. അപ്പൊ എന്താണ്? നമ്മൾ ഏത് കോൺസിക്യൂട്ടീവ് 5 നമ്പേഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരാൾ എന്തായിരിക്കും? 5ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 5ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 5 വെച്ച് സിമ്പിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എഴുതിക്കോ. തുടർച്ചയായ 5 സംഖ്യകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ? ഒരു സംഖ്യ എന്തായിരിക്കും? ഒരു സംഖ്യ എല്ലായ്പ്പോഴും എന്തായിരിക്കും? 5ന്റെ ഗുണിതമായിരിക്കും. എല്ലായ്പ്പോഴും 5ന്റെ ഗുണിതമായിരിക്കും. ഓക്കെ, വേഗം എഴുതിക്കോ കേട്ടോ. ഗുണിതമായിരിക്കും. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സംഖ്യയെ 5 കൊണ്ട് ഹരിക്കാൻ കഴിയും. കോട്ടെ. കിട്ടിയാടാ? ഓക്കെ ആണോ? ഹരിക്കാൻ കഴിയും. ഓക്കെ. അപ്പൊ ആ സംഖ്യയെ നമുക്ക് 5 കൊണ്ട് ഹരിക്കാൻ കഴിയും. അപ്പൊ ഇതാണ് നിങ്ങൾ റീസൺ ആയിട്ട് എഴുതേണ്ടത് കേട്ടോ. അപ്പൊ റീസണും കൂടി എഴുതി വെച്ച് കഴിഞ്ഞാലേ നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. വെറുതെ നമ്മൾ എക്സാമ്പിൾ മാത്രം എഴുതി വെച്ചാൽ മാർക്ക് കിട്ടില്ല കേട്ടാ. റീസൺ എന്തുകൊണ്ടാണ്? റീസൺ എന്താണ്? നമ്മുടെ 5ന്റെ മൾട്ടിപ്പിൾ അവിടെ വരുന്നത് കൊണ്ടാണ് നമുക്ക് 5 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ ആണല്ലോ മക്കളെ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത് എന്താ? മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ചെയ്യാനായിട്ട് പുതിയൊരു മെത്തേഡ് പഠിച്ചു. പിന്നെന്താ നമ്മൾ പഠിച്ചത്? 10 വെച്ച്, 2 വെച്ച്, 4 വെച്ച്, 100 വെച്ച്, 5 വെച്ച്, ഈ 5 കാര്യങ്ങൾ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ കണ്ടുപിടിക്കാനും പഠിച്ചു. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കേടാ മക്കളെ. അപ്പൊ നമുക്ക് അടുത്ത ചാപ്റ്റർ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ ബൈ.